ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. നോമ്പൊക്കെ എല്ലാവർക്കും റാഹത്തല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും റമദാൻ കരീം. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ്. നോമ്പാകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമുക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുക, എഡിറ്റിംഗ് എല്ലാം കൂടെ നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ. വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് ഈ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. അപ്പം ഫ്രിഡ്ജും കൂടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ബാക്കി റമദാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ ബാക്കിയുണ്ടെന്നാട്ടോ ഞാൻ നോക്കുന്നത്. അപ്പം വെജിറ്റബിൾസിൻ്റെ ബോക്സ് ഏകദേശം കാലിയായിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ വെക്കുന്നത്. അപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ നോമ്പിന് നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് ആവശ്യമില്ലല്ലോ. നമുക്ക് എപ്പോഴും വേണ്ടത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേണ്ടിയിരുന്നത് ഫ്രോസൺ ഐറ്റംസാണ്. നമുക്ക് ചിക്കനും ബീഫ് അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ജ്യൂസിനുള്ള ഐറ്റംസ്, അതൊക്കെ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ചിക്കന് ഒരെണ്ണം ഉണ്ട്. പിന്നെ ജ്യൂസിന് വേണ്ടിയിട്ട് സ്ട്രോബെറി 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് മിക്സഡ് ബെറീസും ഉണ്ട്. പിന്നെ ഒരു 3 പാക്കറ്റ് കപ്പയുണ്ട് കേട്ടോ. കപ്പൊക്കെ നമ്മൾ പൂളാന്ന് പറയാം. അപ്പോൾ കപ്പ പിന്നെ നമ്മൾ നോമ്പിന് അങ്ങനെ അധികം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇനി അത് വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പുളിയിറച്ചി ഉണ്ടാക്കാമെന്നിട്ട് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. പിന്നെ ഞാനന്ന് വ്യാഴാഴ്ച ഞാൻ ഫുഡ് ആക്കിയിട്ടുള്ളത് ഇറച്ചി ചോറാട്ടോ, ചിക്കൻ കൊണ്ടുള്ളത്. ഞാനിതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ പണിയൊക്കെയുള്ള ദിവസം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു റൈസാട്ടോ ഞാൻ ഉണ്ടാക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും, നമുക്ക് ക്ലീനിങ്ങിന് കുറേ സമയം കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിപ്പോൾ ഞാൻ ഉണക്കമുന്തിരി കഴുകിയിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ രാത്രി നമ്മൾ ലുലുവിൽ പോവുകയാണ്. അപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലുലുവിൽ പോകുമ്പോൾ ഇക്ക വരാൻ ഇന്ന് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അതിന് ഒരു 10:30 ആയിട്ടുണ്ട് ഇക്ക വന്നപ്പോൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 11:30 ആയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഇനി വെള്ളിയാഴ്ച ഒന്നും കൂടെ തിരക്ക് കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിലും തന്നെ പിന്നെ ലുലുവിൽ പോണത്. അപ്പോൾ ആ ഒരു സമയമായിട്ടും ലുലുവിൽ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. പാർക്കിങ്ങൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളത് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പം റമദാനിന് മുമ്പായിട്ട് എല്ലാവർക്കും പർച്ചേസിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമായിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ ലുലുവിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേഗം കുറച്ച് എസെൻസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഷോപ്പിങ്ങിൻ്റെ. കാരണം വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് സാധനങ്ങൾ എടുക്കാനുള്ള ടൈം കിട്ടുമല്ലോ കേട്ടോ. കാരണം ഷോപ്പ് എന്തായാലും 2 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങണം. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മളെടുത്ത്. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസും. ഇത് രണ്ടും നമ്മൾ ഫില്ലിങ്ങിൽ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ അതും കുറച്ച് അരി സാധനങ്ങൾ ഒക്കെ എടുത്ത് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ റൂ ഹബ്സ് എടുക്കുകയാണ്. റൂ ഹബ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ ഞാൻ റൂ ഹബ്സ് വെച്ചിട്ടുള്ള ഒരു ലെമണേഡിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ റോബ്സ് വെച്ചിട്ട് ലെമണേഡ് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ലുലുവിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ലുലുന്ന് വന്ന പാടിന് ഞാൻ വേഗം ഫ്രോസൺ ഐറ്റംസൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ പനീർ, സ്വീറ്റ് കോൺ, കുറച്ച് ബീഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ പിന്നെ ഇനി കുറച്ച് ഫിഷും ചിക്കനൊക്കെയാണ് ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ലുലുന്ന് ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് സാധനങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം ഞാനും അക്മലും കൂടെ നമ്മളടുത്തുള്ള മാനുവലിൽ പോവാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ എന്താ ഇത്ര അധികം സാധനങ്ങൾ വാങ്ങി വെക്കാനെന്നൊന്നും. നോമ്പാകുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ എപ്പോഴും പുറത്ത് പോകില്ലല്ലോ, പർച്ചേസിങ്ങിനൊന്നും അങ്ങനെ പോകില്ലല്ലോ. അപ്പോൾ ഒരു മാസത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കേടുവരാത്ത സാധനങ്ങളാട്ടോ ഞാൻ വാങ്ങി വെക്കാറുള്ളത്. അത് തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ ഫിഷ്, ചിക്കൻ, അങ്ങനത്തെ ഒക്കെ നമ്മൾ ഒരാഴ്ചത്തേക്ക് വാങ്ങുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉള്ളൂ കേട്ടോ ഒരു മാസത്തേക്കുള്ളത് എടുത്ത് വെക്കാറുള്ളത്.
മാനുവലിലും നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ആദ്യം വേഗം തന്നെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നെയ്യ് എടുക്കുകയാണ്. പിന്നെ നമ്മൾ മഗ്‌രിബിന് മുമ്പായിട്ടാട്ടോ മാനുവലിൽ പോയിരുന്നത്. അപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞ ശേഷം പിന്നെ തിരക്ക് നന്നായിട്ട് കൂടിയിട്ട് അപ്പോൾ ചിക്കനൊക്കെ ആദ്യം കട്ട് ചെയ്യാൻ കൊടുത്തുകൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയത്. കുറച്ച് ആപ്പിൾ ഓറഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ടൊമാറ്റോസൊക്കെ എടുത്തിട്ടുണ്ട് സാലഡിന് വേണ്ടിയിട്ട്. പിന്നെ സമൂസൻ്റെ ലീഫ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു മാനുവലിൻ്റെ സമൂസൻ്റെ ലീഫാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി സമൂസ ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു ലീഫ് വെച്ചിട്ട്. അപ്പോൾ അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുത്തബക്കിൻ്റെ ഷീറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് സ്വീറ്റ്സിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുത്തബക്കിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കട്ടെ. നമുക്ക് ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അതൊക്കെ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. നോമ്പിനൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ മുത്തബക്കിൻ്റെ ലീഫ് കിട്ടിയപ്പോൾ ഞാനത് അങ്ങനെ എടുത്തു എന്നുള്ളൂ കേട്ടോ. മാനുവലിൽ നിന്ന് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുത്തിട്ട് നമ്മളിത് കേക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അതുപോലെ കേക്കിൻ്റെ സ്ലൈസ് നമ്മൾ വാങ്ങലുണ്ട്. അപ്പോൾ മഗ്‌രിബ് സ്ഥലം ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ കൗണ്ടറിൽ ആളില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കേക്കൊന്നും എടുക്കാതെ പോരുക ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഷർഫിയിൽ പോകാനുണ്ട്. അപ്പോൾ നമ്മളിത് റൂമിലെത്തിയ ശേഷം ഞാൻ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം മാനുവലിൽ നിന്ന് കുറച്ച് ചീസ് എടുത്തിട്ടുണ്ടായിരുന്നു. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മക്കൾക്ക് സ്നാക്സ് എല്ലാം ആണെങ്കിലും ഒക്കെ അവർക്ക് ചീസ് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച ശേഷം പിന്നെ നമ്മളിത് രാത്രി ഷർഫയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അക്മലിൻ്റെ ഡോക്ടറെ കാണിക്കാനുണ്ട്. അക്മലിൻ്റെ കാലിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ റയാനിൽ ദിനേശ് ഡോക്ടറെ ആയിട്ടാണ് കാണിക്കൽ. അപ്പോൾ അക്മലിനെ അവിടെയൊക്കെ കാണിച്ചിട്ട് ഡോക്ടറൊക്കെ കാണിച്ചിട്ട് മരുന്നൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഫിഷ് വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഷർഫയിൽ നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ ഒരു ഷോപ്പിൽ നോക്കുമ്പോൾ ഫിഷ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഷോപ്പിൽ കയറിയിട്ടാണ് ഫിഷ് എടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് തന്നെ നമുക്ക് കിട്ടിയത്. തിരക്കാരനെ കട്ട് ചെയ്യാൻ കുറേ സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ എനിക്ക് 5 റിയാൽ ഷോപ്പിലും കൂടെ ഒന്ന് കയറാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ ഫിഷ് എടുത്തിട്ട് പിന്നെ നമ്മൾ വേഗം പോരുക ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത് തന്നെയുള്ള 5 റിയാൽ ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഫ്ലവർ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്ലവർ കേടായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഷികക്കും ഇതുപോലെ കുറച്ച് അവൾക്ക് ഗ്ലൂവ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതും കൂടെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. 5 റിയൽ ഷോപ്പിലും നല്ല തിരക്കാണ്. റമദാൻ ആയതുകൊണ്ട് തന്നെ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ഫ്ലവർ ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാട്ടോ. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് പുതിയത് കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറെ പീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഡിസ്പ്ലേക്ക് വെച്ച പീസായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാനത് എടുത്തിട്ടില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം അത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചോറാട്ടോ അത്താഴത്തിന് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറും ചീരൻ്റെ ഇല കൊണ്ടുള്ള കറിയും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ. ചീരൻ്റെ ഇല നമ്മൾ താളിച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുക. അത്താഴത്തിന് നമ്മൾ അധികം അതുപോലെ ഇങ്ങനെ താളിച്ചിട്ടുള്ള ഇലക്കറികളാണ് കേട്ടോ അധികം ഉണ്ടാക്കുക. 5 റിയൽ ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സെറാമിക്കിൻ്റെ ബൗളും പ്ലേറ്റും ആണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് സൂപ്പ് അതുപോലെ സ്നാക്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ബൗളും പ്ലേറ്റും കൂടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ജ്യൂസ് വെച്ചിട്ടുള്ള ട്രേയും പിന്നെ 2 ഫ്ലവറും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഓൾക്കുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളോടെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാസ്ത നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കലുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്സ് യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഞാൻ പത്തിരിപ്പൊടി യൂസ് ചെയ്യലുള്ളത് അജ്മിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഒരു 2 വർഷമായിട്ട് അജ്മിൻ്റെ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്യൽ. മാഷാഅല്ലാ നമുക്ക് നല്ല ഇഷ്ടമാണ്. അജ്മിൻ്റെ പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പത്തിരി നല്ല ഇഷ്ടമാണ്. പിന്നെ അജ്മിൻ്റെ പുട്ടുപൊടി ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്. ഈ 2 പ്രൊഡക്റ്റാണ് ഞാൻ അജ്മിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അജ്മിൻ്റെ പത്തിരിപ്പൊടി നമ്മൾ ഓർഡർ ചെയ്താൽ അവർ വീട്ടിൽ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ വീട്ടിൽ നമുക്ക് അവർ ഡെലിവറി ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 കിലോത്തിൻ്റെ പാക്കറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 കിലോത്തിൻ്റെ ഓരോ പാക്കറ്റ് പത്തിരിപ്പൊടി കേട്ടോ അവർ കൊണ്ടു തന്നിട്ടുള്ളത്. ആദ്യത്തെ നോമ്പ് തുറൻ്റെ അന്ന് ഞാൻ റെസിപ്പീസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്കറിയാലോ ആദ്യത്തെ ദിവസമാകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിന് ഫുഡ് ആവില്ല എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ റെസിപ്പീസ് ഒന്നും എടുത്തിട്ടില്ല.
ബീഫിൻ്റെ മുത്തപ്പക്കും പിന്നെ ചീസ് കോൺ സമൂസ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷികക്ക് വേണ്ടിയിട്ടാട്ടോ ചീസ് കോൺ സമൂസ. ഓക്ക് ബീഫിൻ്റെ ഐറ്റംസ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ബീഫിൻ്റെ മുത്തപ്പക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. ചിക്കൻ്റെ മുത്തപ്പക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും കേട്ടോ. നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ രാത്രിക്ക് ഫുഡാക്കിയിട്ടുള്ളത് ചപ്പാത്തിയും ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ നോമ്പിന് തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല. ഞാനിപ്പോൾ മൂന്നാമത്തെ നോമ്പിനാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ വേഗം ചപ്പാത്തിയും ബീഫ് കറിയാണ് ആക്കിയത്. പിന്നെ നമ്മൾ ഫുഡ് അപ്പം തന്നെ കഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ ഫുഡ് കഴിക്കുള്ളൂ. ഇക്ക പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകും കേട്ടോ ഡ്യൂട്ടിക്ക്. ഇക്കക്ക് രാത്രി മാത്രമാണ് ഡ്യൂട്ടി ഉള്ളത് റമദാനിൽ. ഞങ്ങൾ പിന്നെ രാത്രി തറാവിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാനും അക്മലും ഷിക്കക്ക് ഫുഡ് കഴിക്കുക. ഇത് ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനി ഞാൻ ഓരോ പാക്കാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റും. അപ്പോൾ നമുക്ക് സ്നാക്സിനാണെങ്കിലും നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിലൊക്കെ വേഗത്തിലെടുത്ത് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ബിരിയാണിക്കൊക്കെ വേണമെങ്കിലും എടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. കറിക്കാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം കറി ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചാൽ. രണ്ടാമത്തെ നോമ്പ് തുറക്ക് ഞാൻ സ്നാക്കായിട്ട് എഗ് പഫ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ് പഫ്സ് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എഗ് പഫ്സിൻ്റെ വീഡിയോ ഞാൻ പാനിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. മാവൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കുഴച്ചുണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എഗ് പഫ്സ് ഫ്രൈ പാനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് റൂഅബ്സ് കൊണ്ടുള്ള ലെമണേഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. 1 മിനിറ്റ് വീഡിയോ ആണ്. അപ്പോൾ എഗ് പഫ്സും പിന്നെ ലെമണേഡും പിന്നെ അതുപോലെ ഷോർബയായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഓട്സും ചിക്കനും കൂടെ വെച്ചിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ സൂപ്പ് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇക്കൊക്കെ ഇഷ്ടമാണ് കുടിക്കാൻ. പിന്നെ സ്നാക്ക് അധികം നമ്മൾ എന്തെങ്കിലും ഒരൈറ്റം ഉണ്ടാക്കലുള്ളൂ. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരൈറ്റമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കും. ഫ്രൂട്ട്സ് അധികം ഒന്നും കട്ട് ചെയ്ത് വെക്കൂല കേട്ടോ. കാരണം കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാവരും കഴിക്കൊന്നുമില്ല. 1-2 ആയിട്ട് ഫ്രൂട്ട്സ് മാത്രമേ കട്ട് ചെയ്ത് വെക്കുള്ളൂ. അത് പിന്നെ നമ്മൾ അധികം ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുക. ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ടുണ്ടാക്കുമ്പോൾ മക്കളൊക്കെ പിന്നെയും കഴിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഓല അധികം കഴിക്കൂല. തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അക്മലും ഷിക്കയും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടത്. മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും കൂട്ടി കഴിക്കണത് അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളടുത്തുള്ള പച്ചക്കറി കടയിൽ നല്ല മാങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി നാടൻ മാങ്ങയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ. പിന്നെ രാത്രിക്ക് അത്താഴത്തിന് അധികം നമുക്ക് ചോറാക്കാരം. ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചോറ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചായൻ്റെ കടി അങ്ങനെ ആയിരിക്കും കഴിക്കുക. അങ്ങനെ ഇന്ന ഫുഡ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വ്ളോഗിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഞാനിതിൽ റെസിപ്പീസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റമദാൻ റെസിപ്പീസ് ഇല്ലേ എന്നുള്ളത്. ഇൻഷാ അല്ലാ ഉണ്ട്. റമദാൻ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ ഇനി കാണാം. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടാവും എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഇഫ്താർ റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ കാണാം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം.